Hi friends, ഞാൻ അനുശ്രീ. Today we are discussed about the topic നീതി ആയോഗ്. നീതി ആയോഗ് എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ് അല്ലേ? അതെ, പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നിട്ടുള്ളതാണ് നീതി ആയോഗ്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, നീതി ആയോഗാണ് പകരമുള്ളത്. നീതി ആയോഗ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോളിസി തിങ്ക് ടാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ആഫ്റ്റർ ഹിസ് ഹാവിംഗ് ഡിസോൾവ് ദ പ്ലാനിംഗ് കമ്മീഷൻ. Union government on 1st January 2015 set up the National Institution for Transforming India. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി പ്ലാനിംഗ് കമ്മീഷൻ ഡിസോൾവ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് നീതി ആയോഗ്. 1st January 2015 നീതി ആയോഗ് സെറ്റപ്പ് ചെയ്യുന്നത്. നീതി ആയോഗ് ഓൾസോ നോൺ ആസ് തിങ്ക് ടാങ്ക്. നീതി ആയോഗ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷന് ഒരുപാട് ഡ്രോബാക്സുകൾ ഉണ്ടായിരിക്കാം. ഈ ഡ്രോബാക്സുകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ചായിരുന്നു. അതായത് സെൻറ്റർ എല്ലാ പ്ലാൻസും ആൻഡ് പോളിസീസും മേക്ക് ചെയ്യുന്നു, അത് സ്റ്റേറ്റിൽ കൊണ്ടുപോയി ഇമ്പോസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റിനെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സ്റ്റേറ്റിനൊരു കൺസിഡറേഷനോ അവരുടെ ഐഡിയാസിനൊന്നും അവിടെ റെലവൻസ് കൊടുത്തിരുന്നില്ല. പക്ഷെ നീതി ആയോഗിൽ നേരെ തിരിച്ചാണ്. നേരെ തിരിച്ച് മീൻസ് സെൻറ്ററിനും സ്റ്റേറ്റിനും ഒരുപോലെ കോർഡിനേഷൻ, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം അവിടെ ഉണ്ട്. സ്റ്റേറ്റിന് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നീതി ആയോഗിലുണ്ട്. കൂടാതെ പോളിസീസ് ഒന്നും ഡിലേ ആവാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ മിനിസ്ട്രി കോർഡിനേഷനും ബെറ്റർ സെൻറ്റർ സ്റ്റേറ്റ് കോർഡിനേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രോങ് സ്റ്റേറ്റ്സ് മേക്ക് എ സ്ട്രോങ് നേഷൻ എന്നാണ് പറയുന്നത് നീതി ആയോഗിൽ. കാരണം സ്റ്റേറ്റിനും കൂടി അതിൻ്റെ ഡിസിഷൻസും ഐഡിയാസൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞാലേ അല്ലെങ്കിൽ സ്റ്റേറ്റിനും ഒരു പാർട്ടിസിപ്പേഷൻ കൊടുത്താലേ സ്റ്റേറ്റ് സ്ട്രോങ് ആവും. അങ്ങനെ ഒരു സ്ട്രോങ് നേഷൻ മേക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കൂടാതെ നീതി ആയോഗ് വിൽ ഡെവലപ്പ് മെക്കാനിസം ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് ടു ദി വില്ലേജ് ലെവൽ ആൻഡ് അഗ്രിഗേറ്റ് these progressively at higher levels of government. It will ensure special attention to the section of society that may be a risk of not benefiting adequately from economic progress. Economic progress ഇല്ലാത്ത വില്ലേജ് ലെവൽസിൽ ക്രെഡിബിൾ ആയിട്ടുള്ള മെക്കാനിസംസ് ഫോർമുലേറ്റ് ചെയ്യുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമത്തിൽ അവരുടെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ കൂടുതൽ മെക്കാനിസംസ് ഫോർമുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നീതി ആയോഗിൽ വരുന്നത്. കൂടാതെ ഒരു ടീം ഇന്ത്യ ഹബ്, നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് നീതി ആയോഗിൻ്റെ ഫങ്ഷൻസിൽ വരികയാണ്. ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുമ്പോൾ ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബിൽ ടു ഇംപ്രൂവ് നീതി ആയോഗ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗ് will aim to accomplish the following objectives. ഫസ്റ്റ് വരുന്നത് an administration paradigm in which the government is an enabler rather than a provider of first and last resort. ഇവിടെ ഗവൺമെൻറ് ആണ് ഒരു എനാബ്ലർ. ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് എല്ലാ അതോറിറ്റീസും ഉള്ളത്. ഗവൺമെൻറ് ആണ് ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ്, പ്രോഗ്രസ് ഫ്രം ഫുഡ് സെക്യൂരിറ്റി ടു ഫോക്കസ് ഓൺ എ മിക്സ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ആക്ച്വൽ റിട്ടേൺസ് ദാറ്റ് ഫാമേഴ്സ് ഗെറ്റ് ഫ്രം ദയർ പ്രൊഡ്യൂസ്. ഭക്ഷ്യ സെക്യൂരിറ്റിയിൽ നിന്നുള്ള പുരോഗതി, അതായത് കാർഷിക ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് യഥാർത്ഥ വരുമാനം ലഭ്യമാക്കുക. അത് നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. തേർഡ് വൺ, എൻഷുർ ദാറ്റ് ഇന്ത്യ ഈസ് എൻ ആക്റ്റീവ് പ്ലെയർ ഇൻ ദി ഡിബേറ്റ്സ് ആൻഡ് ഡെലിബറേഷൻസ് ഓൺ ദി ഗ്ലോബൽ കോമൺസ്. ഇന്ത്യയെ ആഗോള തലത്തിൽ ഒരു ആക്റ്റീവ് പ്ലെയർ ആക്കുക, ഇന്ത്യയെ സജീവ പങ്കാളിയാക്കുക ആഗോളതലത്തിൽ. അത് നീതി ആയോഗ് എയിം ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, എൻഷുർ ദാറ്റ് ഇക്കണോമിക്കലി വൈബ്രൻറ്റ് മിഡിൽ ക്ലാസ് റിമെയിൻസ് എൻഗേജ്ഡ് ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് ഫുള്ളി റിയലൈസ്ഡ്. ഇക്കണോമിക്കലി വൈബ്രൻ്റ് ആയ മിഡിൽ ക്ലാസ് എല്ലാ ഇതിലും എൻഗേജ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫിഫ്ത്ത് വൺ, ലിവറേജ് ഇന്ത്യസ് പൂൾ ഓഫ് ഓൺട്രപ്രണോറിയൽ സയൻറ്റിഫിക് ആൻഡ് ഇൻ്റലക്ച്വൽ ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതുകൊണ്ടൊക്കെ ഇന്ത്യയെ സമ്പന്നമാക്കുക. Sixth one, incorporate the significant geo-economic and geopolitical strength of the non-resident Indian community.
പ്രവാസി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ജിയോ ഇക്കണോമിക്കൽ സ്ട്രെങ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. നമുക്കറിയാം ഈ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഇൻകം അത് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അപ്പോൾ ഇവരുടെ ഈ ജിയോ ഇക്കണോമിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. 7th one, use urbanization as an opportunity to create a wholesome and secure habitat through the use of modern technology. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ സുരക്ഷിതമായുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള അവസരമായിട്ട് നഗരവൽക്കരണം ഉപയോഗിക്കുക. അതായത് അർബനൈസേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുക മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്. 8th one, അതായത് ലാസ്റ്റ് വൺ പറയുന്നതിൽ യൂസ് ടെക്നോളജി ടു റെഡ്യൂസ് ഒപ്പസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ മിസ് അഡ്വഞ്ചേഴ്സ് ഇൻ ഗവേണൻസ്. ഭരണത്തിലുള്ള മിസ് അഡ്വഞ്ചേഴ്സ് തെറ്റിദ്ധാരണകളൊക്കെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരം ഒബ്ജക്റ്റീവ്സ് ആണ് നീതി ആയോഗിന് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ് ആണ്. നീതി ആയോഗിൻ്റെ സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് ദ ചെയർപേഴ്സൺ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് നീതി ആയോഗിലെ ചെയർപേഴ്സൺ. അപ്പോൾ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാ നമുക്ക് അറിഞ്ഞൂടെ? ശ്രീ നരേന്ദ്ര മോദിയാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇതിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദി സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരുമാണ്. മൂന്നാമത് അതിൽ വരുന്നതാണ് റീജിയണൽ കൗൺസിൽസ് വരുന്നുണ്ട്. റീജിയണൽ കൗൺസിൽസിൽ ഈ റീജിയണൽ കൗൺസിൽ ഫോം ചെയ്യുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ഇഷ്യൂസിലാണ്. അതും ഒരു സ്പെസിഫിക് കാലയളവിലേക്കാണ് റീജിയണൽ കൗൺസിൽസ് ഫോം ചെയ്യുന്നത്. റീജിയണൽ കൗൺസിൽസ് കൺവീൻ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഇതിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദി സ്റ്റേറ്റ്സും ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും അവരൊക്കെ ഉണ്ടാവും. പിന്നെ എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റ്, പ്രാക്ടീഷണേഴ്സ് ഇവരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഫുൾ ടൈം ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിൽ വരുന്ന വൈസ് ചെയർപേഴ്സൺ ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാർ. പിന്നെ ഫുൾ ടൈം മെമ്പേഴ്സും ഉണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. നീതി ആയോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്ലാനിംഗ് കമ്മീഷനേക്കാളും കുറവ് ഫുൾ ടൈം മെമ്പേഴ്സാണ് നീതി ആയോഗിലുള്ളത്. പക്ഷേ ഈ ഉള്ള ആൾക്കാർ നല്ല എക്സ്പേർട്ടുകളായിരിക്കും. പിന്നെ ഫുൾ ടൈം മെമ്പേഴ്സും ഉണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. ഫുൾ ടൈം മെമ്പേഴ്സ് ഫ്രെയിംവർക്കിൽ വരുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാജീവ് കുമാറാണ്. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാജീവ് കുമാറാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഫുൾ ടൈം മെമ്പേഴ്സും പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനേക്കാളും കുറവ് ഫുൾ ടൈം മെമ്പേഴ്സാണ് നീതി ആയോഗിലുള്ളത്. എന്നാലും ഈ ഉള്ള ഫുൾ ടൈം മെമ്പേഴ്സ് നല്ല എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റൊക്കെ ആയിരിക്കും. പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അവർ മാക്സിമം ഓഫ് 4 മെമ്പേഴ്സ് ഓഫ് ദി യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ബി നോമിനേറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. നോമിനേറ്റ് ചെയ്യുന്ന യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ മാക്സിമം 4 മെമ്പേഴ്സ് ആയിരിക്കും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതായത് സിഇഒയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഒരു പ്രത്യേക ഫിക്സഡ് ടെന്യൂറിന് വേണ്ടിയാണ്, അതായത് ഒരു ഫിക്സഡ് കാലയളവിലേക്കാണ് സിഇഒയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിഇഒ സിന്ധുശ്രീ കുല്ലാറാണ്. സെക്രട്ടേറിയറ്റ് ആസ് ഡീംഡ് നെസസറി. സെക്രട്ടേറിയറ്റ് നെസസറി ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് നീതി ആയോഗാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നീതി ആയോഗ് ആസ് എൻവിച്ച്ഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ കോപ്പറേറ്റീവ് ഫെഡറലിസം എനാബിൾ ചെയ്യുക, സ്റ്റേറ്റ്സിന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, നാഷണൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ സ്റ്റേറ്റിന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നൽകിയിട്ട് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എനാബിൾ ചെയ്യുക. അതായത് ഒരു റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി വൺ വേ ഫ്ലോ ഓഫ് പോളിസി ഫ്രം സെൻറ്റർ ടു സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷൻ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആയിരുന്നു. അതായത് സെൻറ്റർ സ്റ്റേറ്റിലേക്ക് ഇമ്പോസ് ചെയ്യാണ് ഉണ്ടായത് എല്ലാ പ്ലാൻസും. ഈ ഒരു വൺ വേ ഫ്ലോ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അത് ഉണ്ടാക്കിയെടുക്കുക.
ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ. അപ്പോൾ അവിടെ ഒരു ബെറ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം ഉണ്ടാവും. നെക്സ്റ്റ് ഷെയർഡ് നാഷണൽ അജണ്ട, ഒരു ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ആൻഡ് സ്ട്രാറ്റജീസ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സും നാഷണൽ അജണ്ട എന്ന പേരിലൊരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യാം. സ്റ്റേറ്റ്സ് ബെസ്റ്റ് അറ്റ് ദി സെൻറ്റർ, സ്റ്റേറ്റിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ദി സെൻറ്റർ, അതായത് സ്റ്റേറ്റും സെൻറ്ററും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്റ്റേറ്റിനെ അവരുടെ ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം. ബിൽഡിംഗ് ഓൺ സ്ട്രെങ്ത് ആൻഡ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസ്, സ്ട്രെങ്ത്തൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക, മിനിസ്ട്രീസും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് സ്റ്റേറ്റ്സ് ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ദി സെൻറ്റർ ആ ഒരു ഫംഗ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ്. പ്ലാനിങ് ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര വികേന്ദ്രീകരണം ആണ്. അധികാരം ഒരു ലെവലിൽ തന്നെ അല്ലാതെ അവിടുന്ന് എല്ലാവർക്കും അധികാരം വിഭജിച്ച് കൊടുക്കുക. റീസ്ട്രക്ചർ ദി പ്ലാനിങ് പ്രോസസ് ഇൻ എ ബോട്ടം അപ്പ് മോഡൽ. പ്ലാനിങ് പ്രോസസ്സ് റീസ്ട്രക്ചർ ചെയ്യുക. ഇങ്ങനെ ബോട്ടം അപ്പ് മോഡൽ, താഴെയിൽ നിന്ന് മുകളിലേക്കുള്ളൊരു മോഡലാക്കുക. അതായത് സ്റ്റേറ്റ് അതിൻ്റെ ഐഡിയാസൊക്കെ സെൻറ്ററിന് കൈമാറുക. അങ്ങനെ സ്റ്റേറ്റിനും ഒരു റെലവൻ്റ് ആയിട്ടുള്ള അതോറിറ്റി കൊടുക്കുക. എംപവർ സ്റ്റേറ്റ്സ് ആൻഡ് ഗൈഡ് ദം ടു ഫർദർ എംപവർ ലോക്കൽ ഗവൺമെൻറ്റ്സ്. സ്റ്റേറ്റിനെ എംപവർ ചെയ്യുക, അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിനെ ഗൈഡ് ചെയ്യുക. മെക്കാനിസംസ്, ക്രെഡിബിൾ ആയിട്ടുള്ള പ്ലാൻസ് മെക്കാനിസംസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക വില്ലേജ് ലെവലിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ വിഷൻ ആൻഡ് സിനറിയോ പ്ലാനിങ് ആണ്. ഇതിൽ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് ഫ്രെയിം വർക്ക്സ് ഒക്കെ ഡിസൈൻ ചെയ്യുക. ക്രിറ്റിക്കൽ ഗ്യാപ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുതിയ സാധ്യതകളൊക്കെ ഉപയോഗിക്കാത്ത സാധ്യതകളൊക്കെ ഉപയോഗിക്കുക. കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ഫോർ നെസസറി മിഡ് കോഴ്സ് റീകാലിബ്രേഷൻ ആൻഡ് ഇൻകോർപ്പറേറ്റ് ഇവോൾവിങ് ട്രെൻഡ്സ് ആൻഡ് അഡ്രസ്സിങ് എമർജിങ് ചലഞ്ചസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യുക. പിന്നെ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ ഫ്രം മിയർലി പ്ലാനിങ് ഫോർ വേർ ദ നാഷൻസ് മണീസ് ഗോസ് ടു പ്ലാനിങ് വേർ വി വാണ്ട് ദ നാഷൻസ് ടു ഗോ. രാഷ്ട്രങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ നിന്നും രാഷ്ട്രം എവിടേക്കാണ് പോകേണ്ടതെന്ന് ആസൂത്രണം ചെയ്യുക. അതിലേക്കുള്ള അടിസ്ഥാന മാറ്റം, അത് നീതി ആയോഗിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത് ഡൊമൈൻ സ്ട്രാറ്റജീസ് ഡൊമൈൻ നാഷണലി ഇൻ്റർനാഷണലി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സ്പേർട്ടായിട്ടുള്ള മെഷേഴ്സൊക്കെ എടുക്കുക, സ്ട്രാറ്റജീസൊക്കെ എടുക്കുക. നെക്സ്റ്റ് നെറ്റ്വർക്ക് ഓഫ് എക്സ്പേർട്ടൈസിൽ വരുന്നത് ഗവൺമെൻറ്റിന് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കൊളാബറേറ്റീവ് കമ്മ്യൂണിറ്റിയിലൂടെ, അതായത് നാഷണൽ ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് പിന്നെ എക്സ്റ്റേണൽ ഐഡിയാസൊക്കെ വെച്ചിട്ട് ഗവൺമെൻറ് പോളിസീസും പ്രോഗ്രാംസൊക്കെ നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിനും കൂടി ഗവൺമെൻറ്റ്സിലെ ലിങ്ക് ഒന്ന് എൻഡൈൽ ചെയ്യുക. ഗവൺമെൻറ്റിനെ നമ്മുടെ നാഷനെ കൂടുതൽ പുറമേക്ക് കൂടി ഒന്ന് എൻഡൈൽ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിൽ വരുന്ന ഫങ്ഷൻസ്. പിന്നെ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബിൽ വരുന്നത് ഇംപ്രൂവ് നീതി ആയോഗാണ്. നെക്സ്റ്റ് ഹാർമോണൈസേഷനാണ് ഫംഗ്ഷൻ വരുന്നത്. ഫെസിലിറ്റേറ്റ് ഹാർമോണൈസേഷൻ ഓഫ് ആക്ഷൻസ് അക്രോസ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെൻറ് ത്രൂ ദി കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ, കൊളാബറേഷൻ ആൻഡ് കൺവെർജൻസ് എമംഗ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനെ ഒരു ഹാർമോണൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക. മ്യൂച്വൽ റെസൊല്യൂഷൻ ഓഫ് ഇൻ്റർ സെക്ടറൽ ആൻഡ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ, ഇൻ്റർ സ്റ്റേറ്റ് ആസ് വെൽ ആസ് സെൻറ്റർ സ്റ്റേറ്റ് ഇഷ്യൂസിനൊക്കെ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് കോർഡിനേറ്റിംഗ് ഇൻ്റർഫേസ് വിത്ത് ദി വേൾഡ്,
be the nodal point for strategically harnessing global expertise and resources from multilateral platforms, nations, etc. coordinate interface with the world. അതിൽ പറയുന്നത് നെക്സ്റ്റ് ഇന്റേണൽ കൺസൾട്ടൻസി offer an internal consultancy function to center and state governments on policy and program design, specialized skills such as structuring and executing public-private partnerships. ഒരു internal consultancy function സെൻട്രലിനും സ്റ്റേറ്റിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. capacity building, enable capacity building and technology upgradation across government. നെക്സ്റ്റ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻസ്, എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ കറക്റ്റായി മോണിറ്റർ ചെയ്യുക ആൻഡ് ഇവാലുവേറ്റ് ദെയർ ഇമ്പാക്റ്റ് ത്രൂ ട്രാക്കിംഗ് ഓഫ് പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻസ്. ഇമ്പാക്റ്റ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ദിസ് വിൽ ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ വീക്ക്നെസ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഈ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പോളിസി മോണിറ്റർ ചെയ്യുന്നതിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെയും അതിൻ്റെ വീക്ക്നെസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് ഒരു കറക്റ്റ് മെഷേഴ്സ് എടുക്കാൻ കഴിയും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് നീതി ആയോഗിൽ വരുന്നത്. കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, ഷെയർഡ് നാഷണൽ അജണ്ട, സ്റ്റേറ്റ്സ് ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ദി സെൻറ്റർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, വിഷൻ ആൻഡ് സിനറിയോ പ്ലാനിംഗ്, ഡൊമൈൻ സ്ട്രാറ്റജീസ്, നെറ്റ്വർക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്, ഹാർമോണൈസേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കോർഡിനേറ്റിംഗ് ഇൻ്റർഫേസ് വിത്ത് ദി വേൾഡ്, ഇൻറ്റേർണൽ കൺസൾട്ടൻസി, കപ്പാസിറ്റി ബിൽഡിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് നീതി ആയോഗിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗും. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് കേട്ടോ. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഡിഫറൻസസ് എന്താ വെച്ചാൽ, നീതി ആയോഗ് പ്ലാൻസ് സ്റ്റേറ്റിന് മുകളിൽ ഇമ്പോസ് ചെയ്യുന്നില്ല. ബേസിക്കലി നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് ആണ്, ഒരു അഡ്വൈസറി ബോഡിയാണ്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റേറ്റിന് മുകളിൽ പോളിസീസൊക്കെ ഇമ്പോസ് ചെയ്യാണ്, അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് പറഞ്ഞാൽ, ദ പവേഴ്സ് ഫോർ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ഹാവ് നോട്ട് ബീൻ ഗിവൺ ടു ദ നീതി ആയോഗ്. ദി പവേഴ്സ് ആർ വിത്ത് ദ ഫിനാൻസ് മിനിസ്ട്രി. ഫണ്ട് ഒന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല, അല്ല ഫണ്ടിൻ്റെ പവറൊക്കെ ഉള്ളത് ഫിനാൻസ് മിനിസ്ട്രിക്കാണ്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിൽ ഫണ്ടൊക്കെ സ്റ്റേറ്റ്സിനൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ നീതി ആയോഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ടു പ്ലേ എ മോർ പ്രൊക്കാറ്റീവ് റോള്. സ്റ്റേറ്റ് ഗവൺമെൻറ്, ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു റെലവൻ്റ് ആയ റോള് തന്നെ നീതി ആയോഗിലുണ്ട്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള റോളും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനില്ല. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദി റിക്വയർമെൻറ്റ്സ് ദർ ആർ പാർട്ട് ടൈം മെമ്പേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ നീതി ആയോഗ്. റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം മെമ്പേഴ്സിനെ നീതി ആയോഗിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിൽ അങ്ങനെ ഒരു പ്രൊവിഷൻസ് ഒന്നുമില്ല പാർട്ട് ടൈം മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ള. നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ലെഫ്റ്റനൻറ്റ് ഗവേണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് ടു റിപ്പോർട്ട് ടു ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മീഷന് പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ്, ദ CEO ഓഫ് നീതി ആയോഗ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. സെക്രട്ടറീസ് ആർ നോൺ ആസ് CEO. സിഇഒയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ PM ആണ്. നീതി ആയോഗിൽ PM ആണ് സിഇഒയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിൽ സെക്രട്ടറീസ് വേർ അപ്പോയിൻറ്റഡ് ത്രൂ ദി യൂഷ്വൽ പ്രോസസ്. The number of full-time members in Nidhi Aayog could be lesser than the numbers that the Planning Commission had. പ്ലാനിംഗ് കമ്മീഷനിലുള്ളതിനേക്കാളും ഫുൾ ടൈം മെമ്പേഴ്സ് നീതി ആയോഗിൽ കുറവാണ്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ ഹാഡ് 8 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട് പ്ലാനിംഗ് കമ്മീഷനിൽ കേട്ടോ. ദ നമ്പർ ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ് ഇൻ നീതി ആയോഗ് ലെസർ ദാൻ, അത് നമ്മൾ പറഞ്ഞല്ലോ. നെക്സ്റ്റ്, അണ്ടർ നീതി ആയോഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ന്യൂ പോസ്റ്റ് വർ ക്രിയേറ്റഡ്. നീതി ആയോഗിൽ ഒരുപാട് ന്യൂ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. CEO, വൈസ് ചെയർപേഴ്സൺ, CEO, റാങ്ക് ഓഫ് എ സെക്രട്ടറി, 4 ക്യാബിനറ്റ് മെമ്പേഴ്സ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൺസിസ്റ്റഡ് ഓഫ് ഫുൾ ടൈം മെമ്പേഴ്സ്, മെമ്പർ സെക്രട്ടറി ആൻഡ് എ ഡെപ്യൂട്ടി ചെയർപേഴ്സൺസേ ഉള്ളൂ. In Nidhi Aayog, final policy would bear fruit after due consultations are held with state government in the policy formulation stage. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ സ്റ്റേറ്റിന് ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ബട്ട് ദി പ്ലാനിംഗ് കമ്മീഷൻ ഫസ്റ്റ് ഫോർമുലേറ്റഡ് പോളിസീസ് ആൻഡ് ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ് were consulted regarding allocation of funds for the programs or projects.
പക്ഷേ പ്ലാനിംഗ് കമ്മീഷനിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിന് ഒരു കൺസൾട്ടേഷനും കൊടുക്കുന്നില്ല. ആ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോഴും പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പോഴും മാത്രമേ സ്റ്റേറ്റ് അറിയുള്ളൂ ഈ പോളിസീസ് മേക്ക് ചെയ്യുന്നതൊക്കെ. ആൻഡ് ലാസ്റ്റ്, നീതി ആയോഗ് ഈസ് ഓൾസോ ആൻ എക്സിക്യൂട്ടീവ് ബോഡി. ബട്ട് ഇത് പാർലമെൻറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതല്ല. നീതി ആയോഗ് പാസ്സായിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നീതി ആയോഗിനെ പാർലമെൻറ്റിൽ പാസ്സാക്കാം. പ്ലാനിംഗ് കമ്മീഷൻ ഓൾസോ ആൻ എക്സിക്യൂട്ടീവ് ബോഡി. പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോഴും എന്താണ്, ഒരു എക്സിക്യൂട്ടീവ് ബോഡി തന്നെയാണ്. നൗ ഡിഫൈൻഡ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ആൻ എക്സിക്യൂട്ടീവ് ബോഡി എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്ര ഡിഫറൻസസ് ആണ് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡ്രോബാക്കുകൾ എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാനെടുത്ത ടോപ്പിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.